വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ നിന്നൊരു താക്കീത് കൊടുക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് പാകിസ്ഥാനെ തകർക്കാനുള്ള പല പല പദ്ധതികളും ഇന്ത്യയിൽ മെനയുകയും പല പല കരാറുകളിൽ ഒപ്പിട്ട ശേഷമാണ് അദ്ദേഹം തിരിച്ചുപോയത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നു. റഷ്യയുമായി ചേർന്ന് 6ാം തലമുറ ജെറ്റുകളും തന്ത്രപ്രധാന ബോംബറുകളും വികസിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പാകിസ്ഥാനും ചൈനയ്ക്കും ഇത് വലിയ തിരിച്ചടിയാണ്. മോസ്കോ വാഗ്ദാനം ചെയ്യുന്ന പല കാര്യങ്ങളും അവർ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രസിഡന്റ് പുടിൻ്റെ സമീപകാല ഇന്ത്യ സന്ദർശനം ഇന്ത്യ റഷ്യ ബന്ധങ്ങളിൽ പുതിയ തുടക്കം കുറിച്ചു. ഈ സന്ദർശന വേളയിൽ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ FGFA പദ്ധതിയിൽ ഇന്ത്യയുമായി വീണ്ടും പ്രവർത്തിക്കാനുള്ള സന്നദ്ധത റഷ്യൻ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. 6ാം തലമുറ യുദ്ധവിമാനങ്ങളും പുതിയ തലമുറ തന്ത്രപ്രധാനമായിട്ടുള്ള ബോംബറുകളും സംയുക്ത വികസനവും ഈ കരാറിന് കീഴിൽ നടക്കും. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിൽ ഒരു പ്രധാന മുന്നേറ്റമായിരിക്കുമെന്നും അറിയാൻ സാധിക്കുന്നു. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗം IDRW റിപ്പോർട്ട് അനുസരിച്ച് 6ാം തലമുറ യുദ്ധവിമാനങ്ങളുടെയും ഭാവിയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ബോംബറുകളുടെയും വികസനത്തിൽ സഹകരണത്തിനുള്ള വിപുലമായ നിർദ്ദേശം റഷ്യൻ ഉദ്യോഗസ്ഥർ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇന്ത്യയിൽ നിന്ന് ഈ വിമാനങ്ങൾ ആഭ്യന്തരമായി നിർമ്മിക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുമെന്നുള്ളതാണ്. മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ FGFA ഉടമ്പടി പ്രകാരം സൃഷ്ടിച്ച സംയുക്ത വികസന പരിപാടിയുടെ ഭാഗമായി Su-57 യുദ്ധവിമാനത്തിന്റെ ഇന്ത്യൻ വകഭേദങ്ങൾ വികസിപ്പിക്കാനുള്ള സഹകരണ ശ്രമം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ സാങ്കേതികവിദ്യയും ആയുധഭാവിയിലെ 6ാം തലമുറ യുദ്ധവിമാനങ്ങളുടെയും നൂതന തന്ത്രപ്രധാനമായിട്ടുള്ള ബോംബറുകളുടെയും കൂടുതൽ നൂതന സംയുക്ത വികസനത്തിലേക്കും സഹനിർമ്മാണത്തിലേക്കും വികസിപ്പിക്കുന്നതിന്റെ തുടക്കമായിരിക്കുമെന്നും പറയപ്പെടുന്നു. ഈ നൂതന ജെറ്റുകളും ബോംബറും വിമാനങ്ങളും എപ്പോഴാണ് പ്രവർത്തനക്ഷമമാകുക എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ നിലനിൽക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മോസ്കോ നിരവധി ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 3 സ്ക്വാഡ്രണുകൾ വരെ Su-57 യുദ്ധവിമാനങ്ങൾ ഉടനടി വിതരണം ചെയ്യുന്നതിന് പുറമെ ഇന്ത്യൻ കമ്പനികൾക്ക് ആഭ്യന്തരമായി നിർമ്മിച്ച വിമാനങ്ങളുടെ സ്വന്തം പതിപ്പുകൾ വികസിപ്പിക്കാനുള്ള അവസരങ്ങളും റഷ്യ സൃഷ്ടിക്കുന്നു. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ വ്യോമസേനയ്ക്ക് സ്റ്റെൽത്ത് ശശിയുടെ ഉടമ്പടി വിതരണവും റഷ്യയിലെ ദീർഘകാല സഹനിർമ്മാണ കരാറും നൽകുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.